അപ്പോൾ നമുക്ക് ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ഹാഫ് റേഞ്ച് കോസ് സീരീസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, A0 A1 കണ്ടിരുന്നത്. ഇവിടെ സൈൻ സീരീസിൻ്റെ കാര്യത്തിൽ BN മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. ഇൻ്റർവെൽ എന്താണ്, if f of x is defined in the interval 0L, ഇതാണ് ഇൻ്റർവെൽ തരുന്നത്. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഓഫ് f of x is s of x equal to sigma n equal to 1 to infinity bn sin n pi x by L, where bn equal to 2 by L integral 0 to L f of x sin n pi x by L dx. അപ്പോൾ ഇതിൽ എസ് ഓഫ് എക്സിൽ നോക്കിയാൽ അറിയാം, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, A0 പ്ലസ് AN കോസ് എൻ എക്സ് ബൈ എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് BN സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആയിരുന്നല്ലോ. അപ്പോൾ A0 AN 0 ആണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്നിട്ട് BN കാണുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ നമ്മൾ ഈ എടുക്കുന്ന ഫങ്ഷൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഓഡ് ഫംഗ്ഷനായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഓഡ് ഫംഗ്ഷനായിട്ട് എടുത്തിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ A0 AN 0 ആവുന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓഡ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക, കാരണം ഇതിന് 0 to അല്ലേ ഉള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും വേറെ ചെയ്യേണ്ട, ഒരു പ്രോബ്ലം ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ f of x എന്നുള്ളത് ഈ രീതിയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫൊറിയർ സൈൻ സീരീസ് കാണാൻ പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. s of x equal to sigma n equal to 1 to infinity bn sin n by x by L, where bn equal to 2 by L integral 0 to L f of x sin n by L x by L dx. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഇൻ്റഗ്രലിൻ്റെ നമ്മുടെ ടേബുലർ ഫോം കൂടി ഞാനൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻ്റഗ്രൽ uv equal to uv1 minus u dash v2 plus u double dash v3 etc. u ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അതേസമയം v1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് v ആണ്. അതുപോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് v ആണ് v2. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഓഫ് f of x equal to x square in 0, 5. അപ്പോൾ റേഞ്ച് തന്നിരിക്കുന്നത് ഇവിടെ 0L എന്നുള്ളതിൻ്റെ ഫോമിൽ നോക്കുകയാണെന്ന് വെച്ചാൽ L എന്തായിരിക്കും, ഹിയർ L ഈക്വൽ ടു 5. L എന്നുള്ളത് 5 ആണ്. ഇനി നമുക്ക് ഫൊറിയർ സീരീസിൻ്റെ നോക്കി നോക്കാം. ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ BN sin n pi x by L. അപ്പോൾ അതിൽ BN എന്ന് പറയുന്നത് കാണാൻ വേണ്ടി, അപ്പോൾ അത് എഴുതാം ആദ്യം. s of x equal to sigma n equal to 1 to infinity bn sin n pi x divided by L, where bn equal to നമുക്ക് എന്താ വരിക, ഇൻ്റഗ്രൽ 0 to L f of x sin n pi x by L dx. കൂടി ഉണ്ട്. ഇനി നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് നേരത്തെ എന്താണ്, therefore now here bn equal to, നമുക്ക് bn എന്തായിരിക്കും, ഇൻ്റഗ്രൽ 0 to L 5 ആണ്, 5 f of x എന്നുള്ളത് x സ്ക്വയർ ആണ്, x സ്ക്വയർ sin n pi x by L dx. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ടാബുലർ ഫോമിൽ നമ്മൾ u ആയിട്ട് എന്തെടുക്കുക, ഹിയർ ടേക്ക് n pi take
u ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെൻ യു ഡാഷ് ഈക്വൽ ടു 2x, അത് മാത്രമല്ല യു ഡബിൾ ഡാഷ് ഈക്വൽ ടു 2. ഓക്കെ, യു ട്രിപ്പിൾ ഡാഷ് എന്നുള്ളത് 0 ആയിരിക്കും. യു ട്രിപ്പിൾ ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, യു ഡാഷ് ഈക്വൽ ടു 0. അതേസമയം വി എന്തായിരിക്കും? വി ആയിട്ട് നമ്മൾ എടുക്കുന്നത് വി ഈക്വൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. സോറി, ഡി എക്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ V1 എന്തായിരിക്കും? V1 എന്നുള്ളത് V1 ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു എന്തായിരിക്കും? ഇതിൻ്റെ 5 ആണ്, ഡിവൈഡ് ബൈ 5 ആണ് കേട്ടോ. ഡിവൈഡ് ബൈ 5. ഓക്കെ, 5 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ ഡിവൈഡ് ബൈ എന്തായിരിക്കും? 5 ഡിവൈഡഡ് ബൈ എൻ പൈ എക്സ് ഇങ്ങനെ വരും. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഭംഗിയായിട്ട് എഴുതുകയാണെന്ന് വെച്ചെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പൈ എക്സ്, സോറി തിരിച്ച് അതിൻ്റെ റെസിപ്രോക്കലാണല്ലോ വരിക. 5 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ തിരിഞ്ഞു പോയി. ഇവിടെ എക്സ് ഡി വേണ്ടത്, ഇവിടെ തിരിച്ചാണ് വേണ്ടത്. എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് എക്സ് എൽ, സോറി എൻ പൈ ബൈ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 by n pi into cos n pi x by n. ഇനി നമ്മൾ V1 V2 ആണെങ്കിൽ ഇങ്ങനെ വരും. V2 ഈക്വൽ ടു ഇതിൻ്റെ തന്നെ ഇത് വരും മൈനസ് 5 by n pi, ഇതിനൊരു ഹോൾ സ്ക്വയർ ഉണ്ടാവും. കോസ് ഉള്ളത് സൈനായി മാറും. സൈൻ എൻ പൈ എക്സ് ബൈ 5. ഇവിടെ നോക്കി നോക്കാം, ഒരു കാര്യം നോക്കാന്ന് വെച്ചാൽ ഇവിടെ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് മൈനസ്, കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് സൈനാണ്. സോറി, സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസാണ്. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൈനസ് ഇവിടെ ഉണ്ട്. അതിന് പുറമെ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈനാണ്. അതിന് പുറമെ ഇതിൻ്റെ റെസിപ്രോക്കൽ ഒരു തവണ കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണിത്. ഇനി ഒരു തവണ കൂടി നമ്മൾ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ V3 ഈക്വൽ ടു എന്ത് വരും? സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോസാണ്, അപ്പം നെഗറ്റീവ് കോസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? 5 by n pi the whole cube into cos n pi x divided by 5 എന്ന് വരും. ഇങ്ങനെ വരാം. ഇനി ഇതെല്ലാം കൂടി നമ്മളുടെ ഇൻ്റഗ്രലിൽ നമുക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? therefore bn ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 5 എക്സ് സ്ക്വയർ സൈൻ എൻ പൈ എക്സ് ബൈ 5 ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടേബിളർ ഫോമിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി എന്തായിരിക്കും? യു V1, യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് V1 എന്താ വരിക? V1 എന്താ? 5 ബൈ n പൈ. അതുപോലെ ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് കൂടി നമ്മൾ ഉണ്ട്, മൈനസ് കൂടി ചേർക്കണ്ടേ. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 5 by n പൈ ഇൻറ്റു സൈൻ അല്ലേ, V1 എന്ന് പറയുന്നത് കോസ് ആണല്ലേ, കോസ് n പൈ എക്സ് ബൈ എൽ, കോസ് n പൈ എക്സ് ബൈ 5 അതിൻ്റെ
0 to 5 മൈനസ് ഫസ്റ്റ് മൈനസ് എന്തായിരിക്കും ഇനി യു ഡാഷ് വി വൺ. യു ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x² ഇൻറ്റു വി വൺ എന്ന് പറയുന്നത് വി വൺ ഇവിടെ ഉണ്ട്, സോറി വി വൺ ഇവിടെ ഉണ്ട്, v2 മൈനസ് 5/n π ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ nπ x/5. ഇനി അതിൻ്റെയും ഇതേമാതിരി 0 to 5. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് പ്ലസ് 2 ഇൻറ്റു 5/2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x² അല്ലല്ലോ, ഇവിടെ 2x ഉള്ളൂ. 2 ഇൻറ്റു 5/n π ദി ഹോൾ ക്യൂബ് ഇൻറ്റു കോസ് nπ x/5. ഇതിനും വേണം, എല്ലാ ടേമിനും 0 to 5 വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേമിന് x² 5 കൊടുക്കാൻ ചെയ്യുന്നത്, ഇതിന് 5 കൊടുക്കാൻ ചെയ്യുന്നത് 25 വരും. അപ്പോൾ ഇത് വരും 25 ഇൻറ്റു അതിൻ്റെ bn ഒരു കോഎഫിഷ്യൻ്റ് കൂടി ഉണ്ട് കേട്ടോ, പിന്നെ 2/5 കൂടി ഉണ്ട്, 2/5. അപ്പോൾ ആ രീതിയിൽ നോക്കാൻ ചെയ്യും 2/5 ഇൻറ്റു ഈ 2/5 കൂടി ഉണ്ട്, അതായത് എന്ത് 2/L എന്നുണ്ടല്ലോ, അതാണത് 2/5 ഇൻറ്റു 25 ഇൻറ്റു 5/n π. അതായത് ഇവിടെ x² വാല്യൂ എടുത്താണ്, x² 5 കൊടുക്കുക, 5/n π കോസ് nπ/x. n-നും അല്ല സോറി x-നും 5 താഴെയും 5 ഉണ്ട്, ക്യാൻസൽ ആയിപ്പോയി, കോസ് nπ മൈനസ് 0 കൊടുക്കുകയാണെങ്കിൽ ഇത് 0 വരും, -0. പിന്നെ ഇനി രണ്ടാമത്തെ ടേം പ്ലസ് 2/5/n π ദി ഹോൾ സ്ക്വയർ. നേരത്തെ ചെയ്തത് 2x 2 2 ഇൻറ്റു 5 കൂടി ഉണ്ട് കേട്ടോ, എക്സിന് 5 കൊടുക്കുമ്പോൾ 5 കൂടി വരും. അപ്പോൾ എന്ത് വരും? ഇവിടെ 10 ഇവിടെ 2 ഇൻറ്റു 5 ഉണ്ട്, 2 ഇൻറ്റു 5 വരുമ്പോൾ 10 5/n π ദി ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് nπ മൈനസ് എഗെയിൻ ഇതെന്ത് വരും? 0 കൊടുക്കുമ്പോൾ അത് 0 വരും, 0. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഏതാണ്? 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 5/n π ദി ഹോൾ ക്യൂബ്, 5/n π ദി ഹോൾ ക്യൂബ്. ആദ്യം 5 കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്കത് കോസ് nπ x/5 എന്നുള്ളത് കോസ് n ഹോൾ ക്യൂബ് ഇൻറ്റു കോസ് nπ വരും, കോസ് nπ വരും, കോസ് nπ വരും. ഇനി മൈനസ് അതും എന്താ വരിക? മൈനസ് അത് 0 വരില്ല,
അവസാനത്തെ ടേം ലാസ്റ്റ് ടേം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 0 വരില്ല. അപ്പോൾ cos 0 1 വരും. അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോൾ എന്ത് വരും? ഒരു -2 ഇൻറ്റു 0 കൊടുക്കുമ്പോൾ 0 ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിൽ 0 കൊടുക്കുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇത് 1 ആയി മാറും. cos 0 1. പിന്നെ എന്ത് വരും? 2 ഇൻറ്റു 5/n/π ദി ഹോൾ ക്യൂബ് വരും. ഓക്കെ, ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2/5 ഇൻറ്റു നമുക്കറിയാം cos n/π എന്ന് പറഞ്ഞാൽ -1/n ആണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? ഇവിടെ ആദ്യം ഇവിടെ 2 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കറിയാം 125 ഇൻറ്റു 250 ഇൻറ്റു വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവിടെ 25 ഇൻറ്റു 5 125 cos n/π എന്നുള്ളത് -1/n. അപ്പോൾ എന്ത് വരും? 125 ഇതാണ് 125. പിന്നെ ഡിവൈഡ് ബൈ n/π ഇൻറ്റു cos n/π എന്നുള്ളത് -1/n പ്ലസ് ഇനി ഈ രണ്ട് ഇതിലിപ്പോൾ എന്ത് വരും? ഇത് -1/n വരും. അപ്പോൾ 2 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 5 ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ 125 എന്ന് പറഞ്ഞാൽ 250 ഡിവൈഡഡ് ബൈ n ക്യൂബ്. ഇതിൻ്റെ ടേം കൂടി ഉണ്ടല്ലോ അല്ലേ? ഈ ടേമിൽ പക്ഷേ സൈനാണ് കേട്ടോ, സൈനാണ്, sin n/π ആണ്. അപ്പോൾ sin n/π ആകുമ്പോൾ ഇത് 0 വരും. എൻ്റെ ടേം 0 വരും. ഈ ടേം ആക്ച്വലി 0 sin n/π ആണ് വരും. sin n/π വരും. ഇത് അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഈ ടേം 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് എഴുതേണ്ടതില്ല. 10 ഇൻറ്റു 5² 250 എഴുതേണ്ടതില്ല. ഇനി ഈ ടേം ആണ് അടുത്തത് 250 ഡിവൈഡ് ബൈ n ക്യൂബ് π ക്യൂബ് cos n/π എന്നുള്ളത് -1/n വരും. മൈനസ് ഇത് 2 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറയുന്നത് 250 ഡിവൈഡഡ് ബൈ n ക്യൂബ് π ക്യൂബ് ഇൻറ്റു 1 n ക്യൂബ് π ക്യൂബ് അത് മൊത്തമായി n ക്യൂബ് π ക്യൂബ് ഇതാണ് വരിക. ഇതാണ് ആക്ച്വലി ആൻസർ. അതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു -1/n+1 ഡിവൈഡഡ് ബൈ n/π ഇൻറ്റു പ്ലസ് 100 ഡിവൈഡഡ് ബൈ n² π² ഇൻറ്റു n ക്യൂബ് π ക്യൂബ് ഇൻറ്റു -1/n. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഈ 250 ഡിവൈഡ് ബൈ n ക്യൂബ് π ക്യൂബ് പുറത്തെടുത്തിരിക്കുകയാണ്. -1/n -1. ഇതാണ് ഫൈനൽ ആൻസർ. ഇതൊന്നും ഇത്രയൊന്നും നിങ്ങൾ കാണണമെന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. s(x) ഈക്വൽ ടു, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട s(x) ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to n bn sin n/π x/5 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൽ ആ bn ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. എന്നാലാണ് പൂർത്തിയാവുക. 550 ഇൻറ്റു -1/n+1 ഡിവൈഡഡ് ബൈ n/π പ്ലസ് 100 ഡിവൈഡഡ് ബൈ n ക്യൂബ് π ക്യൂബ് ഇൻറ്റു -1 ക്യൂബ് -1. അപ്പോൾ അത് സിഗ്മയുടെ bn ആണ്. സിഗ്മ ഇൻറ്റു സൈൻ n/π അതായത് ഈ bnൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ
5. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഫുള്ള് തീരണമെന്നൊന്നുമില്ല, ഇവിടേക്ക് വെച്ച് നിർത്തിയില്ല, അതിവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതണം, അത്രയേ ഉള്ളൂ. ഈ ബി എൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, കാരണം സിംപ്ലിഫൈ ചെയ്യുന്നതിനകത്ത് തെറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എന്താണ് നിങ്ങൾക്ക് പറ്റുന്നൊരു ഫോമിൽ വെച്ചിട്ട് നിർത്തിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് റേഞ്ച് സീരീസ്. ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ കൂടി, കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. കാരണം അതും കൂടി ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് ഫൈൻഡ് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് expansion of f of x equal to e raised to x. f of x equal to e raised to x in 0, 1. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് നമ്മളുടെ എസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഓക്കെ, വേർ bn equal to 2 by L into integral 0 to L f of x sin n pi x by L. ഇനി അത് കാണുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്, എൽ ഈക്വൽ ടു 1. അപ്പോൾ എന്ത് വരും, 2 into integral 0 to 1 f of x sin n pi x dx. ഓക്കെ, ഇനി ഇവിടെ ഉള്ള എന്താ വെച്ചാൽ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ് ഇ റൈസ് ടു എക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എ എക്സ് എന്നുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എൻ പൈ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എ സൈൻ എൻ പൈ എക്സ് മൈനസ് എൻ പൈ കോസ് എൻ പൈ എക്സ് എന്നുള്ള ഫോമിൽ ഉപയോഗിക്കാം. എന്തോരും നമുക്ക് ഇ റൈസ് ടു എക്സ് സൈൻ എൻ പൈയുടെ ഫോമിലാണുള്ളത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഇ റൈസ് ടു എക്സ് മറന്നാണ് സൈൻ എൻ പൈ എക്സ് ഡി എക്സ്. അപ്പോൾ അതിന് ഇ റൈസ് ടു എക്സ് സൈൻ്റെ ഫോം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വരും, 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n square pi square into e raised to 2 e raised to 1 sin n pi. ഞാൻ ആ ഫോം തന്നെ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടി. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുകയായിരിക്കും നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ എളുപ്പമുണ്ടാവുക. കാരണം നിങ്ങളുടെ ഇക്വേഷനിൽ നേരെ വരുമ്പോൾ 2 ഇൻറ്റു ആ ഫോം വരുന്നത് എന്തായിരിക്കും, ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് എൻ പൈ ദി ഹോൾ സ്ക്വയർ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബി എക്സ് അല്ല, അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് മൈനസ് എൻ പൈ, ഇവിടെ 1 ഇൻറ്റു ഉണ്ട് കേട്ടോ, എൻ പൈ കോസ് എൻ പൈ എക്സ് 0 to 1. ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യണം. 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ, ഞാൻ ഈ 2 ഭാഗത്തേക്ക് എടുക്കുകയാണ്, 2 ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ പൈ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു 1 കൊടുക്കുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സൈൻ എക്സ് 1 ആണ് കേട്ടോ, എൻ പൈ ഇ ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് എൻ പൈ കോസ് എൻ പൈ. ഇനി 0 എടുക്കുക, 0 എടുത്ത് എന്ത് വരും, ഇ റൈസ് ടു 0 വരുമ്പോൾ അത് 1 വരും. എന്നിട്ട് എന്ത് വരും, സൈൻ 0 മൈനസ് എൻ പൈ കോസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു
2 divided by 1 plus n square pi square into e n pi. നമുക്കറിയാം കോസ് എന്താവും, കോസ് എൻ പൈ എന്നുള്ളത് -1/n ആവും, സൈൻ എൻ പൈ എന്നുള്ളത് 0 ആവും. അപ്പോൾ ആ ടേം മാത്രം മതി. എന്തായിരിക്കും -1/, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ഈ മൈനസ് ഉണ്ട്, ഈ ടേമാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 0 മൈനസ് n പൈ e ഇൻറ്റു e n പൈ -1/n പ്ലസ് ഇവിടെ ഇതങ്ങനെ ആയിപ്പോയി, ഇത് n പൈ കോസ് n പൈ വരും. n പൈ കോസ് n പൈ എന്നുള്ളതിൻ്റെ സോറി, ഇത് 0, ഇത് n പൈ കോസ് n പൈ എന്നുള്ളതാണ് ഇത്. ഇനി അടുത്തെന്താ, സൈൻ 0 ഇവിടെ n പൈ കോസ് 0 എന്നുള്ളത് എന്താവും, ഈ മൈനസും കൂടി ഇതായിട്ട് പ്ലസ് n പൈ ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2n പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഈ ഇതൊന്നും ഇങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് എഴുതിക്കാൻ, ഈ മൈനസ് കൂടി അവിടെ ചേർക്കാം. ഈ എന്നും പുറത്തേക്ക് എടുത്തുക്കണ്ട, ഈ എന്നും പൈയും പുറത്തേക്ക് എടുക്കുക. ഈ ഇൻറ്റു, കാരണം ഇവിടെ രണ്ടിടത്ത് n പൈ ഉണ്ട്, രണ്ടും പുറത്തേക്ക് ഈ ഇൻറ്റു ഈ മൈനസ് കൂടി ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ -1/n+1 പ്ലസ് ഈ n പൈ പുറത്തേക്ക് എടുത്തു, അതുകൊണ്ട് അവിടെ 1. ഓക്കെ, ഇനി therefore നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore s of x equal to സിഗ്മ bn. വേണമെങ്കിൽ അവിടെ എഴുതിക്കോളൂ, bn sin n pi x/1 that is equal to സിഗ്മ, ഇത് മൊത്തം 2n pi divided by 1 plus n square pi square into e into -1/n+1 plus 1 into sin n pi x/n. ഇവിടെ 1 to infinity, n equal to 1 to infinity. ഇതാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, കൊസൈൻ സീരീസ്. ഓക്കെ, താങ്ക് യു.